കോടിയേരിക്ക് ജന്മനാടിന്റെ അന്ത്യാഭിവാദ്യം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3 മണിക്ക് പയ്യാമ്പലത്ത് നടക്കും. കോടിയേരി യെച്ചൂരിയും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കും, അന്ത്യാഞ്ജലി അർപ്പിക്കും. വലിയ തിരക്ക്, ഇപ്പോൾ നമുക്ക് ഈ വീട്ടിലെ തിരക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെയല്ല, തിരക്ക് ഏറി വരികയാണ്. വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, MP-മാർ, MLA-മാർ, രാഷ്ട്രീയ പാർട്ടി മറ്റു നേതാക്കളും ഒക്കെ ഇവിടെ എത്തുന്നു. അതിനൊപ്പം ജനങ്ങളുടെ വലിയൊരു ഒഴുക്കും ഇവിടേക്ക് വരികയാണ്. നേരത്തെ നമ്മോട് MK പ്രേമേന്ദ്രൻ MP ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചിരുന്നു. അദ്ദേഹം ദീർഘനാൾ ഏതാണ്ട് 3 പതിറ്റാണ്ടോളം ഒരേ മുന്നിൽ പ്രവർത്തിച്ച നേതാക്കളാണ്. ആ ഘട്ടത്തിൽ പ്രത്യേകിച്ചും 2006 മന്ത്രിസഭയിൽ കോടിയേരിക്ക് ഒപ്പമുണ്ടായ നേതാവ്. അദ്ദേഹമൊക്കെ വളരെ കൃത്യമായ രീതിയിൽ കോടിയേരി അനുസ്മരിക്കുന്നത് പ്രായോഗിക രാഷ്ട്രീയം ഇത്രത്തോളം അതിൻ്റെ മർമ്മം അറിഞ്ഞ നേതാവില്ല എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല 2006 VS സർക്കാരിനെ താങ്ങി നിർത്തിയ ചാലകശക്തി എന്നാണ് കോടിയേരിയെ MK പ്രേമേന്ദ്രൻ വിശേഷിപ്പിച്ചത്. ആരിഫ് MP നേരത്തെ നമ്മോട് സംസാരിച്ചു. അദ്ദേഹവും പറഞ്ഞത് യുവാക്കൾക്ക് ഇത്രയധികം ധൈര്യം പകർന്ന, ഇത്രയധികം പിന്തുണ നൽകിയ മറ്റു നേതാവില്ല. കഥാകാരൻ M മുകുന്ദൻ കോടിയേരി അനുസ്മരിച്ചു. കോടിയേരിയുടെ സാന്നിധ്യം ഏറ്റവും അധികം നാട് ആവശ്യപ്പെടുന്ന ഒരു അവസരമാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം പലതരത്തിലുള്ള വെല്ലുവിളികൾ സംസ്ഥാനം നേരിടുന്നു, നാട് നേരിടുന്നു, വർഗീയത പിടിമുറുക്കുന്നു. ഈ ഘട്ടത്തിൽ കോടിയേരിയെപ്പോലുള്ള നേതാവ്, അദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹത്തിൻ്റെ പ്രായോഗിക രാഷ്ട്രീയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം, അദ്ദേഹത്തിൻ്റെ ഈ അറിവ്, പരന്ന വായന തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഓരോ ഗുണഗുണങ്ങളും എണ്ണിപ്പറഞ്ഞുകൊണ്ട് M മുകുന്ദൻ ഹൃദയസ്പർശിയായ അനുസ്മരണമാണ് കോടിയേരി നടത്തുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമല്ല, സാമൂഹിക സാംസ്കാരിക രംഗത്തെ നേതാക്കൾക്ക് അദ്ദേഹത്തെപ്പറ്റി പറയാൻ ഏറെയുണ്ട്. അദ്ദേഹവുമായി എല്ലാ ആളുകളുമായി അടുത്ത സൗഹൃദം പുലർത്തിയ നേതാവാണ്. നമ്മൾ കുറച്ച് മുമ്പ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കൂടെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്ന ദൃശ്യങ്ങളും കാണാൻ കഴിഞ്ഞു. ഉദ്യോഗസ്ഥർക്ക് അത്ര പ്രിയങ്കരനായ ആഭ്യന്തരമന്ത്രിയായിരുന്നു. തെറ്റുകണ്ടാൽ തിരുത്തുന്ന, അതേസമയം പോലീസിലെ ഏറ്റവും എക്കാലത്തെയും വലിയ പരിഷ്കാരങ്ങൾക്ക് ആഭ്യന്തര മന്ത്രി എന്ന നിലയിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്നത് പല കാരണങ്ങൾ കൊണ്ട് K കരുണാകരനാണ്. പക്ഷേ അതിനുശേഷം പോലീസിൽ ഇത്രയധികം പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന, ഇത്രയധികം പോസിറ്റീവായി പോലീസിനെ മാറ്റിയ മറ്റൊരു ആഭ്യന്തരമന്ത്രി ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരം. കോടിയേരി അത്രമേൽ ആ വകുപ്പിനെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന നേതാവാണ്, പരിഷ്കാരം കൊണ്ടുവന്ന നേതാവാണ്. ഉദ്യോഗസ്ഥർക്ക് പലർക്കും നല്ല ഓർമ്മകളുണ്ട്. അത്തരത്തിൽ ഏതെല്ലാം രംഗങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടോ, ആരെല്ലാമായി അദ്ദേഹം അടുത്തിടപഴകിയിട്ടുണ്ടോ, അവർക്കെല്ലാം പ്രിയങ്കരനായി, അവർക്കെല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി മാറിയ അപൂർവം രാഷ്ട്രീയ നേതാക്കൾ ഒരാളാണ് കോടിയേരി. അത് ഉന്നത സമൂഹത്തിൻ്റെ ഉന്നതങ്ങൾ നിൽക്കുന്നവർക്ക് മാത്രമല്ല, താഴെത്തട്ടിലുള്ള സാധാരണക്കാർ, ജനങ്ങൾ, പ്രവർത്തകർ, ആരെയും അദ്ദേഹം വെറുപ്പിച്ചിരുന്നില്ല. പറയേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ അപ്രിയ സത്യങ്ങളാകാൻ പറയേണ്ടത്, പക്ഷെ അതിന് പോലും കോടിയേരിക്ക് തൻ്റേതായ ഒരു പ്രത്യേക രീതിയുണ്ട്, വൈഭവമുണ്ട്. അതിൽ പറഞ്ഞ് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള അപാരമായൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഒരു പക്ഷേ അത്തരത്തിലുള്ള എല്ലാ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ പ്രായോഗിക ഇടപെടലുകളുടെയൊക്കെ അത്രയധികം അതിൻ്റെ ഒരു സിദ്ധി ലഭിച്ച നേതാക്കൾ വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുതന്നെയാണ് അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിൽ ഏറെ വ്യത്യസ്തനായ നേതാവാക്കി മാറ്റുന്നത്, എല്ലാവർക്കും വേണ്ടപ്പെട്ട നേതാവായി മാറ്റുന്നത്. അദ്ദേഹത്തിനെതിരെ സ്വാഭാവിക വിമർശനങ്ങൾ, രാഷ്ട്രീയ വിമർശനങ്ങൾ പലരും ഉന്നയിക്കുമെങ്കിലും വ്യക്തിബന്ധങ്ങളിൽ അദ്ദേഹം ഒരിക്കലും ഒരു തടസ്സമായിരുന്നില്ല. വ്യക്തിബന്ധങ്ങൾ ഒരു ഘട്ടത്തിലും തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് അദ്ദേഹം വിഘാതമായി കണ്ടിട്ടില്ല. ആ വ്യക്തിബന്ധങ്ങൾ ആ രീതിയിൽ സൂക്ഷിച്ച നേതാവ് തന്നെയാണ് കോടിയേരി. ജനം അക്ഷരാർത്ഥത്തിലൂടെയൊക്കെ ഇപ്പോൾ ഒഴുകിയെത്തുകയാണ്. 10 മണി വരെ 2 മണിക്കൂർ കൂടിയാണ് ഇവിടെ പൊതുദർശന സമയം നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നീണ്ടുപോകുമോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരണം. ദീർഘനാൾ കോടിയേരിക്കൊപ്പം പ്രവർത്തിച്ച നിരവധി നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്. അവർക്കൊക്കെ അദ്ദേഹത്തെ പറ്റി പറയാൻ 100 കാര്യങ്ങളുമുണ്ട്. ഏതായാലും സാധാരണക്കാരെ പ്രവർത്തകർ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ നിരവധി നേതാക്കൾക്കൊപ്പം അദ്ദേഹം അവർക്കെല്ലാം അദ്ദേഹത്തെ പറ്റി പറയാൻ ഏറെ കാര്യങ്ങളുമുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം മുന്നണിയിൽ പ്രവർത്തിച്ചവർ, അദ്ദേഹത്തിൻ്റെ വിരുദ്ധ മുന്നണിയിൽ നിന്നവർ, ആ കാര്യം അവർക്കൊക്കെ എല്ലാവർക്കും കോടിയേരി എന്ന വ്യക്തിയെക്കുറിച്ച് പറയാൻ നല്ലത് മാത്രം ആണ് ഉള്ളത്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി, അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. തീർച്ചയായും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള നിരവധി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരിഫ് MP, ശോഭന ജോർജ് തുടങ്ങിയവരെ നമ്മൾ ഇപ്പോൾ കണ്ടു. പലരും ഇപ്പോൾ കണ്ണൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 1 മണിക്കൂറിനേക്കാൾ കൂടുതൽ തിരക്ക് നമുക്കിപ്പോൾ അവിടെ കാണാം. അണമുറിയാത്ത പ്രവാഹം
ആളുകൾ പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ. ഇനി ഏതാണ്ട് 7 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത് പ്രിയ നേതാവിന് ഏറ്റവും അവസാനമായി ഒരു നോക്ക് കാണാൻ. അതിനുശേഷം കണ്ണൂരിലെ പയ്യാമ്പലത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിരിക്കുകയാണ്. അടുത്ത ബന്ധുക്കൾക്ക് മാത്രമായിരിക്കും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അനുമതി. അവിടെ CV അനുമോദുണ്ട്. അനുമോദ്, ഇപ്പോഴും ആളുകൾ മാടപ്പീടികയിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, സാധാരണക്കാർ, ബന്ധുക്കൾ ഒക്കെയും. സംസ്കാര ചടങ്ങ് 3 മണിക്ക് തന്നെ നടക്കുമെന്നാണോ കരുതുന്നത്? അഴീക്കോട് മന്ദിരത്തിൽ ഉൾപ്പെടെ പൊതുദർശനമുണ്ട്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ചടങ്ങുകൾ. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ, വിവരങ്ങൾ? രേണുക, പയ്യാമ്പലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടേക്കും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ എല്ലാം പറഞ്ഞതുപോലെ തന്നെ തൻ്റെ പ്രിയ നേതാക്കളായ EK നായനാർക്കും ചടയൻ ഗോവിന്ദനും ഒപ്പം അവർക്ക് ഇടയിലായിട്ടാണ്, അവരുടെ സ്മൃതി കുടീരങ്ങൾക്കിടയിലായിട്ടാണ് കോടിയേരി ബാലകൃഷ്ണനും അന്ത്യവിശ്രമം ഒരുക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പയ്യാമ്പലം ഈ സ്മൃതി കുടീരങ്ങളുടെ ഇടയിൽ ഇവിടേക്ക് വരുന്ന വഴിയിലാണ്. ഇവിടെ ഇപ്പോൾ തന്നെ പോലീസ് ബാരിക്കേഡെല്ലാം വെച്ച് വഴി തടഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് പേര് ഇവിടേക്ക് എത്തുന്നുണ്ട്. സഖാവ് എവിടുന്ന് വരുന്നതാണ്? തൃശ്ശൂരിൽ കണ്ടായിരുന്നോ കൊടിയേരി സഖാവിൻ്റെ? വീട്ടിൽ പോയിരുന്നു. ഒരു 5:30 ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ 10 പേര് കൂടി പോന്നിട്ടുള്ളത്. അവിടെ അന്ത്യോപചാരം അർപ്പിച്ചു. ഇനി ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് തിരിച്ചു പോകണമെന്ന് വിചാരിക്കുന്നു. അത്രമാത്രം ആത്മബന്ധം ഉണ്ടായിരുന്നു നേരിട്ട്? ആത്മബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുന്ന, ആരുടെ പ്രശ്നങ്ങളെയും വളരെ സൗമ്യമായി സ്വീകരിക്കുന്ന ഒരു ശീലമുള്ള സഖാവായിരുന്നു കോടിയേരി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോരണമെന്ന് വിചാരിച്ചത്. ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ട് ആയിരിക്കും ഇങ്ങോട്ട് വരാമെന്നാണ്. അപ്പോൾ പിന്നീട് മറിച്ച് ആണ് തീരുമാനം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് അവിടുന്ന് ആലോചിച്ച് ഞങ്ങൾ കുറച്ച് സഖാക്കൾ കൂടി ഇങ്ങോട്ട് പോരാനുണ്ടായത്. കാലത്ത് ഞങ്ങൾ 5:45 അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടേക്ക് ഇങ്ങനെ ജനം ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥ തന്നെയാണ്. എന്തായാലും ഈ ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടേക്ക് ഇപ്പോൾ അടുത്ത ബന്ധുക്കൾക്കും മറ്റും മാത്രമാണ് പ്രവേശനമുള്ളത് എന്നാണ് അറിയണത്. പക്ഷേ അതിപ്പോൾ നിർവാഹമില്ലല്ലോ. അപ്പോൾ അവിടെ വരുന്ന ആളുകളും കണ്ണൂരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകളെയും എല്ലാവരെയും ഇങ്ങോട്ട് കയറ്റാനുള്ളൊരു അതിൻ്റെ പരിമിതി ഉണ്ടല്ലോ. അത് അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അത്രമാത്രം ആത്മബന്ധം ഓരോ പാർട്ടി പ്രവർത്തകരും കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവുമായിട്ടുണ്ട്. അവർക്ക് വെറും നേതാവ് മാത്രമല്ല, അവരുടെ കാര്യങ്ങളെല്ലാം പറയാവുന്ന, അവരെ കേൾക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാവുന്ന, അത്രമാത്രം അടുപ്പം സൂക്ഷിക്കുന്ന, ഹൃദയബന്ധം സൂക്ഷിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ നിന്ന് വിഭിന്നമായി എല്ലാവരോടും സൗമ്യമായി ചിരിക്കുന്ന മുഖത്തോടെ ഇടപെടുന്ന, അത്തരത്തിൽ ഒരു വലിയ പകരക്കാരനില്ലാത്ത ഒരു നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ട് ഒരു നോക്ക് കാണുക, അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുക, ഒരു റെഡ് സല്യൂട്ട് നൽകുക എന്നത് ഓരോ പാർട്ടി പ്രവർത്തകൻ്റെയും ഉള്ളിലുള്ള ഒരു വികാരമാണ്. അതാണ് നമ്മൾ ഇന്നലെ മുതൽ കണ്ണൂരിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച അവരെല്ലാം തന്നെ തൃശ്ശൂരിൽ നിന്നും വന്നവരാണ്. മണിക്കൂറുകൾ കാത്തു നിന്ന് കോടിയേരിക്ക് അന്ത്യോപചാരം അന്ത്യാഞ്ജലി അർപ്പിച്ച അവരിപ്പോൾ പയ്യാമ്പലത്ത് വന്നിരിക്കുകയാണ്. ഈ ചടങ്ങുകൾ എല്ലാം പൂർത്തിയായ ശേഷം മാത്രമേ മടങ്ങി പോവുകയുള്ളൂ എന്ന് പറയും. ഇത്തരത്തിൽ പറയുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് എത്തുന്നു എന്നതാണ് നമുക്ക് പയ്യാമ്പലത്ത് നിന്നും കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോടിയേരിക്ക് അന്ത്യവിശ്രമം ഒരുക്കുന്ന ഈ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ചിത ഒരുങ്ങുക. അതായത് സഖാവ് EK നായനാർക്കും സഖാവ് ചടയൻ ഗോവിന്ദൻ്റെയും സ്മൃതി കുടീരങ്ങൾക്കിടയിലാണ് കോടിയേരിയുടെ ചിത ഒരുക്കുന്നത്. ഇവിടെ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരവും ഉയരുക. നമുക്കറിയാം, പയ്യാമ്പലം ഒരുപാട് പ്രഗത്ഭരുടെ, മഹത്തുക്കളുടെ സ്മൃതി കുടീരങ്ങൾ ഉള്ള സ്ഥലമാണ്. അത് ഇടതുപക്ഷക്കാരുടെ മാത്രമല്ല, കോൺഗ്രസിൻ്റെയും BJPയുടെയും സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെ എല്ലാം തന്നെ സ്മൃതി കുടീരങ്ങൾ ഇവിടെയുണ്ട്.
അപ്പോൾ ഇവിടേക്ക് എത്തുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രവർത്തകർക്കെല്ലാം അവരുടെ പ്രധാന നേതാക്കളുടെ എല്ലാം ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരിടത്തേക്ക് വരുന്ന ഒരു പ്രതീതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ രാവിലെ ഇനിയും മണിക്കൂറുകൾ ഈ ചടങ്ങുകൾക്ക് ബാക്കിയുണ്ടെങ്കിലും രാവിലെ മുതൽ തന്നെ പയ്യാമ്പലത്തേക്കും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. ഗുരുതുല്യരുടെ പോലീസ് ആക്ട് തന്നെ കേരളം ശ്രദ്ധിച്ച ഏറ്റവും വലിയ പോലീസ് ആക്ട് തന്നെ കൊണ്ടുവന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായി. അപ്പോൾ ഭരണരംഗത്ത് അദ്ദേഹത്തിൻ്റെ കരുത്തുറ്റ നിലപാട് ജനനന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടും ആദരവോടും കൂടിയാണ് ഓർക്കാൻ കഴിയുക. ഇപ്പോൾ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ നിയമസഭാ നടപടികളിലും ഒരേപോലെ ഒരു വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകാൻ കൊടിയേരിക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് അതുപോലെ എല്ലാവരോടും കൊടുക്കുന്നൊരു പരിഗണന. നമ്മളൊക്കെ ഏത് കാര്യം പറഞ്ഞാലും ചെറിയ ആളായാലും വലിയ ആളായാലും അത് കേൾക്കാനും സന്മനസ്സോടുകൂടി അത് ചെയ്യാൻ പറ്റുന്നതാണ് നടത്തി കൊടുക്കുവാനുമുള്ള ഒരു വലിയ വിശാലമായ മനസ്സ് കൊടിയേരിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിന് അതീതമായ വലിയൊരു സൗഹൃദ വലയം കൊടിയേരിക്കൊപ്പം എപ്പോഴുമുണ്ട്. അദ്ദേഹം എന്നും ആ ഒരു ബന്ധം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ആ ഒരു കേരള കോൺഗ്രസിൻ്റെ ആദരണീയനായ ശ്രീ PJ ജോസഫ് സാറുമായി വളരെ അടുത്ത ബന്ധം കൊടിയേരിക്കുണ്ടായിരുന്നു. കേരള കോൺഗ്രസും LDFുമായി ഒന്നിച്ചു പോകുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവ് കൂടിയാണ് കോടിയേരി ബാലകൃഷ്ണൻ. മുന്നണികൾ മാറും, രാഷ്ട്രീയ അഭിപ്രായങ്ങൾ മാറും. ആ ഘട്ടത്തിലേക്ക് എങ്ങനെയാണ് അദ്ദേഹം ഒരു വ്യക്തിപരമായ മുന്നണികൾ മാറുന്ന ഘട്ടങ്ങളിൽ ശക്തമായ പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ പ്രതികരണങ്ങളുടെ പേരിൽ വ്യക്തിബന്ധങ്ങളും രാഷ്ട്രീയമായ സൗഹൃദങ്ങളും ഒരിക്കലും തകർക്കപ്പെട്ടിട്ടില്ല. അതെല്ലാം നല്ല നിലയിൽ എന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ പോകാനുള്ള ഒരു നല്ല മനസ്സ് അദ്ദേഹത്തിന് എന്നും ഉണ്ടായിരുന്നു. താങ്ക് യു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്മരണകൾ പുതുക്കുകയായിരുന്നു. 2006 VS സർക്കാരിനെ മുന്നോട്ട് നയിച്ച ചാലകശക്തിയായിരുന്നു കോടിയേരി എന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ബന്ധം നിലനിർത്തിയത് കോടിയേരിയുടെ പ്രവർത്തനങ്ങളായിരുന്നുവെന്നും NK പ്രേമചന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് കോടിയേരി ബാലകൃഷ്ണൻ. എപ്പോഴും വളരെ പ്രാഗ്മാറ്റിക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്രോച്ച്. അന്ധമായ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അന്ധത അദ്ദേഹത്തെ ആ നിലയിൽ ബാധിച്ചിരുന്നില്ല. കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പൊതുവായ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങളെ വിലയിരുത്തി പ്രായോഗികമായ പരിഹാരം കണ്ടെത്തുക എന്നതായിരുന്നു അദ്ദേഹം എക്കാലവും സ്വീകരിച്ചിട്ടുള്ള നടപടി. ആ നിലയിലൊക്കെ വളരെ വളരെ ശ്രദ്ധേയമായ വേറിട്ട ഒരു രാഷ്ട്രീയ നേതാവ്, പ്രത്യേകിച്ചും CPM-നെ പോലെയുള്ള ഒരു പാർട്ടിയിലെ സൗമ്യതയുടെ പ്രതീകമായി മുഖമായി കേരളത്തിൽ സാർവത്രികമായ സ്വീകാര്യത ലഭിച്ച നേതാവ് കൂടിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് 87 കാലഘട്ടത്തിൽ ആദ്യമായി ഒരു യോഗത്തിൽ കോതമംഗലത്ത് വരുമ്പോഴാണ്. അന്നു മുതൽ തുടങ്ങിയ ബന്ധമാണ്. ഞങ്ങൾ ഏതാണ്ട് 4 നൂറ്റാണ്ട് കാലം ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള വലിയൊരു നഷ്ടം, വ്യക്തിപരമായ വലിയ കടപ്പാടുള്ള വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടുക്കിയിൽ ദീർഘദൂരം യാത്ര ചെയ്ത് ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ അല്ലെങ്കിൽ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാൻ ഒക്കെ അദ്ദേഹം എത്തിയിരുന്നു. ഒരു മടിയും കൂടാതെ അദ്ദേഹം വന്നിരുന്നു. എന്നോട് എപ്പോഴും വളരെ സ്നേഹവും വാത്സല്യവും ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ വാത്സല്യം എല്ലാം കാണിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് രാഷ്ട്രീയ രംഗത്ത് മറ്റ് നേതാക്കന്മാർ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എനിക്കെടുത്ത് പറയാനുള്ളത് LDFിൽ അദ്ദേഹത്തിനൊരു അമ്മയുടെ റോളായിരുന്നു. ഞങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹത്തെയാണ് സമീപിക്കുക. അദ്ദേഹമാണ് അതെല്ലാം സംസാരിച്ച് പരിഹരിച്ച് ഞങ്ങൾക്കൊരു മറുപടി തന്നിരുന്നത്. പ്രിയ നേതാവിനെ ഓർത്തെടുക്കുന്നു. ഒപ്പം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയും അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹത്തിൽ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.